ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ലൂക്ക 4:13. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രലോഭകൻ ഒരിക്കലും, പിശാച് ഒരിക്കലും ഒരു മനുഷ്യനെയും പൂർണ്ണമായും വിട്ടുമാറുന്നില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ ചുറ്റി സഞ്ചരിക്കുന്നു എന്ന്. പ്രലോഭകൻ ഏത് നിമിഷവും ഏത് മൊമെൻറ്റിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും കടന്നു വരിക. യേശു വെറുതെ ഇരുന്നപ്പോഴല്ല പിശാച് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് കടന്നു വന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മരുഭൂമിയിലേക്ക് ദൈവാത്മാവ് നടത്തിയപ്പോഴാണ്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നപ്പോൾ തന്നെയാണ് പിശാച് യേശുവിനെ പരീക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ മനുഷ്യരായ നമ്മളെയും പരീക്ഷിക്കുക വെറുതെ ഇരിക്കുമ്പോഴായിരിക്കില്ല. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ കൂടുതൽ പരീക്ഷിക്കും. പലപ്പോഴും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നമുക്ക് നടത്താൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുമ്പോഴാണ്. എന്നാൽ നല്ല പ്രശ്നത്തിലായിരിക്കുന്ന ഒരു സമയത്ത് പ്രലോഭകൻ നമ്മുടെ അടുത്ത് വരും. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തേ ഇതൊന്നും സാധിച്ചു കിട്ടുന്നില്ല? അപ്പോൾ നമ്മളും അറിയാതെ ചോദിക്കും, എന്തേ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോകുന്നു എന്ന്. പ്രലോഭകൻ ഇടപെടാനുള്ള ഒരവസരം ദൈവാത്മാവ് തന്നെയാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രലോഭകനെയും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മോശ, അബ്രഹാം, ജോബ്, യേശു ഇവരെല്ലാം പ്രലോഭകനെ നേരിട്ടത് തന്നെയാണ്. വിശ്വാസത്തിൻ്റെ തലം നമുക്ക് തന്നെ പരിചയപ്പെടുത്തി തരാൻ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് നമ്മളെ തന്നെ ഒന്ന് ആഴത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പ്രലോഭകനെ ദൈവം അനുവദിക്കുക. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ദൈവത്തിന് നമ്മുടെ ആത്മീയത അളക്കേണ്ടതായ ഒരാവശ്യമില്ല. പക്ഷേ ആ ആത്മീയത എത്രമാത്രം നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചില പരീക്ഷണങ്ങൾ ദൈവം അനുവദിച്ചു തരിക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഒരു കുട്ടി പാഠം പഠിക്കുന്നുണ്ട്. ആ കുട്ടി പഠിക്കുന്ന പാഠങ്ങൾ എത്രമാത്രം ആ കുട്ടിക്ക് മനസ്സിലാകുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ, അറിയണമെങ്കിൽ അതിൻ്റെ പരീക്ഷയുടെ ഫലം വരണം എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുകയും ആ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മോട് കൂടെ ആയിരിക്കുകയും പ്രലോഭനനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യുക. ദൈവം അതിന് എല്ലാവരെയും അനുവദിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.